വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളൊരു ലോ റിസ്ക് ട്രേഡാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. 17700 CE ആണ് സെല്ല് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകുന്നുള്ളതാണ്. നമ്മൾ സെല്ലെടുത്തിട്ടുള്ള ഏരിയ അറൗണ്ട് ഈ ഒരു പ്രൈസിലാണ്. ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഇത് ഒരു റിവേഴ്സലാണെങ്കിൽ ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് VWAP ലൈനാണ്. അപ്പോൾ ഈ VWAP ലൈൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരുപാട് ചേഞ്ചസ് ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ VWAP വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. VWAP ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്യും. അതാണ് പ്ലാൻ. സോ ഇവിടുന്ന് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. പ്രീമിയം ചാർട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാം, നമ്മൾ 200 ക്വാണ്ടിറ്റിയാണ് സെല് ചെയ്തിട്ടുള്ളത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 to 8 points ടോപ്പ് ലോസ് റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. 8 points 1600 ആണ് നമ്മളെ റിസ്ക്. നമ്മളെ പ്രോഫിറ്റും അറൗണ്ട് 1600 അറൗണ്ടാണ്. നമ്മൾ 1:1 ട്രേഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ 7 points ടോപ്പ് ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 7.5. സോ ഏകദേശം ഒരു 7 to 8 കിട്ടിയാൽ നമ്മൾ എക്സിറ്റും ചെയ്യും. This is our plan. So let's wait and watch. സെയിം ഏകദേശം ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചാർട്ടിലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് അറൗണ്ട് ഈ ഒരു ഏരിയ. നമ്മളിപ്പം ഈ ട്രേഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എററോ വരിക, നമ്മൾ എഗെയിൻസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത മൂവ് എന്തായിരിക്കും, ഒന്നെങ്കിൽ SL അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പോസിറ്റ് ട്രേഡ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു P അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഈ 3 സ്ട്രൈക്ക്. ഇത് ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി, കൂടുതൽ ലോട്ട് സെല് ചെയ്യാൻ വേണ്ടി ഇത് ഒരു ബൈയിലേക്ക് നമ്മൾ വാങ്ങിയത്. ഈ 3 സ്ട്രൈക്കിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ആയിരിക്കും അപ്പം നമ്മളെ മാച്ചിങ് പ്രൈസ് ഉണ്ടാവുക. ആ പ്രൈസ് ഇതിലേതാണ് മാച്ചിങ് വരുന്നത്, ആ പ്രൈസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ആ സ്ട്രൈക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം 16900 PE ആണ് മാച്ചിങ് പ്രീമിയം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി രണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡ് പ്ലേസ് ആവും പെട്ടെന്ന് തന്നെ. സോ നമുക്ക് ഇതിൽ ഒരുപാട് ലോസ് വരാതെ നമുക്ക് ട്രേഡ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ അങ്ങനെ ട്രേഡിൻ്റെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലോസ് മാനേജ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഒന്നെങ്കിൽ XL അക്സെപ്റ്റ് ചെയ്യുക. ഇത് ഫാർ ഔട്ട് ഓഫ് ദ മണി ആയതുകൊണ്ട് നമുക്ക് ഒരു ഈ സൈഡ് സെല്ല് ചെയ്ത് നമ്മളെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ സ്ട്രൈക്സിൽ പെട്ടെന്ന് DK ഉണ്ടാവില്ല. DK ടൈം എടുത്തിട്ട് മാത്രമേ ഈ പ്രീമിയം റെഡ്യൂസ് ആവുള്ളൂ. അല്ലെങ്കിൽ നല്ല സഡൻ ആയിട്ടുള്ള ഡൗൺ മൂവ് വേണം. ഇനി സഡൻ ഡൗൺ മൂവ് അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, എന്താണെന്നറിയില്ല. എന്നാലും ഒരു ഡൗൺ സൈഡ് മൂവാണ് ഞാനിന്ന് പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
സോ നമ്മുടെ ബാസ്ക്കറ്റ് റെഡി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി റെഡി. ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, this is the main part of my trading actually. See, every 15 minutes I come and make sure to check what's happening in heavyweights, average of heavyweights movements, how's it going. ഇപ്പം നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ഇത് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഹെവി വെയ്റ്റ്സിൻ്റെ ടോട്ടൽ ഹെവി വെയ്റ്റ്സിൻ്റെ മൂവ് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ജസ്റ്റ് ഹെവി വെയ്റ്റ്സ് മൂവ്മെൻറ്റ് ആവറേജ്, this average movement calculation. Nifty minus 1.62 after the gap down. പിന്നെ ഡൗൺ സൈഡ് മൂവ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെവി വെയ്റ്റ്സിൻ്റെ മൂവും സെയിം പ്രൊപ്പോർഷനിൽ ഡൗൺ സൈഡിലാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക BNF ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ, ചേഞ്ച് ഇൻ ഓയിൽ ഡാറ്റ. ലോഡായി കഴിഞ്ഞാൽ നോക്കും ചേഞ്ച് ഇൻ ഓയിൽ, വാട്ട്സ് ഹാപ്പനിങ്. ഇതും ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. സോ മാർക്കറ്റ് കെൻ ഗോ ഡൗൺ. പിന്നെ ആക്റ്റീവ് സ്ട്രൈക്സിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പുട്ട് ആൻഡ് കോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫ്രൈഡേ. ഓപ്പൺ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസമാണ്, രണ്ട് സൈഡിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിഫ്റ്റി ചേഞ്ച് ഇൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ആൻഡ് വിൽ പ്ലോട്ട് it here. We know it's down trending, and this also we know it's down trending. Calls are increase of puts almost the same level now, so means Nifty can go down, further down. ആ ഒരു ബേസിസ് പ്ലസ് നമ്മളെ പ്രൈസ് ആക്ഷൻ റീഡിങ് ആൻഡ് പ്രീവിയസ് ഡേ മാർക്കറ്റ് അനാലിസിസ്, ഇതാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ബേസിസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ട്രേഡ് എക്സിക്യൂഷൻ്റെ സമയത്ത് നമ്മൾ ട്രേഡ് എവിടെ എടുക്കണം എന്നുള്ളത് ഒരു വലിയൊരു പോയിൻ്റാണ്. ഐ ടേക്ക് ഇറ്റ് ഓൺ എ പുൾ ബാക്ക്. ചില സമയത്ത് പുൾ ബാക്ക് കിട്ടില്ല, അപ്പം ചേസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലൊരു പുൾ ബാക്ക് വെയിറ്റ് ചെയ്യുന്നതാണ്. ചേസ് ചെയ്യുക അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ എൻറ്റർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ എൻറ്റർ ചെയ്തത് ഈ ഒരു റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ എൻറ്റർ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇവിടെ വരെ വന്നു. ഈ ഒരു പുൾ ബാക്കിലാണ് നമ്മൾ നിഫ്റ്റി ഈ ഒരു പുൾ ബാക്കിലാണ് നമ്മൾ ഇവിടെയാണ് എൻറ്റർ ചെയ്തത്. ഈ ഏകദേശം ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ട് നമ്മൾ എൻറ്റർ ചെയ്തു. ഒരു ഡൗൺ മൂവാണ് അതിന് ശേഷം കിട്ടിയത്. നമ്മൾ ഇൻ ദ മണി സ്ട്രൈക്സ് അല്ലെങ്കിൽ ബൈയിങ് ആണ് ചെയ്തതെങ്കിൽ ഓൾറെഡി നമ്മളെ പ്രോഫിറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റ്സ് നമ്മൾ ഈ മാസം കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ റിസ്ക് കുറഞ്ഞ ട്രേഡാണ് എടുക്കുക. ഇതിപ്പോൾ ഒരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലോസിലേക്ക് പോവില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസും ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കുറച്ച് കൊണ്ടുവരും. സ്റ്റോപ്പ് ലോസ് ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ഒന്നും എത്രയോ താഴെയാണ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. നമ്മൾ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെയും സ്റ്റോപ്പ് ലോസ് ഇനീഷ്യലി അറൗണ്ട് ഈ ഒരു ഏരിയയിലായിരുന്നു. ഇപ്പം നമ്മളത് ഇവിടെ കൊണ്ടുവന്നു. ഇനി ഇവിടെ എത്തി.
ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവനിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഈ ട്രേഡ് ബ്രേക്ക് ഈവൻ എങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഞാനൊരു ഹാഫ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റിംഗ്. മാർക്കറ്റ് നല്ലൊരു ഡൗൺ മൂവ് ആണ് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. സോ എനിവേസ് വിൽ വെയിറ്റ് ആൻഡ് വാച്ച്. മാർക്കറ്റ് ഒരു ചെറിയൊരു റിവേഴ്സൽ സൈൻ വീണ്ടും കാണിക്കുന്നുണ്ട്. ഈ ലൈനിൽ 3 പ്രാവശ്യം വന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കുഡ് ബി എ റിവേഴ്സൽ 3 ടൈംസ്. 4th ടൈം വരുവാണെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ബട്ട് നല്ലൊരു വോളിയം നല്ലൊരു വലിയ ക്യാൻഡിലാണ്. വലിയൊരു ക്യാൻഡിലിൽ നല്ലൊരു അപ്സൈഡ് മൂവ് കാണിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ വന്ന് സപ്പോർട്ട് 3 പ്രാവശ്യം എടുത്തു. 4th ടൈം ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നമുക്കറിയില്ല 4th ടൈം വരുമോ ഇല്ല എന്നുള്ളത്. ആൻഡ് ദിസ് ക്യാൻഡിൽ ഓൾസോ ലുക്സ് വെരി സ്ട്രോങ്. future chart. Let's check on the future chart. Yeah, strong candle and ഈ ലൈൻ ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ കെയർഫുൾ ആവേണ്ടത്. മാർക്ക് ചെയ്ത ഗ്രീൻ ലൈൻ. ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്തത് ഈ ഗ്രീൻ ലൈനിൻ്റെ മേലെ ബൈങ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ക്യാൻഡിലിൽ കുറച്ച് ബയസ് ട്രാപ്പ് ആയിട്ടുണ്ട്. ഈ ബയസ് സ്ട്രോങ് ആണെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിലിന് മേലെ പോവുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൂവിന് ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇതൊക്കെ ഒരു ചാൻസസ് ആണ്. നമ്മൾ മാർക്കറ്റ് ഓരോ ക്യാൻഡിലും നമ്മൾ അനലൈസ് ചെയ്ത് വെക്കാണ് എന്താണ് ഓരോ ക്യാൻഡിലും സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ ക്യാൻഡിൽ വലുതാണെങ്കിലും ബട്ട് വോളിയം കുറവാണ്. വോളിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. 1 മിനിറ്റ് കൂടെ ഉണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബിലോ ദിസ് റേഞ്ച് നല്ലൊരു ഡൗൺ മൂവ് വീണ്ടും നമുക്ക് കാണാൻ പറ്റും. അപ്സൈഡാണ് പോകുന്നതെങ്കിൽ നല്ല ബൈങ് വരുന്നുണ്ട്. ലുക്സ് ലൈക്ക് ഗുഡ് ബൈങ്. യെസ് ഇറ്റ് ഈസ്. നമുക്ക് നമ്മുടെ ട്രേഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഫർദർ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റി ഓൾമോസ്റ്റ് റീച്ച്ഡ് നമ്മൾ സെല് ചെയ്ത പോയിന്റ്. നമ്മൾ സെല് ചെയ്ത് ഇവിടെയാണ്. നിഫ്റ്റി ചാർട്ടിൽ നിഫ്റ്റി തിരിച്ച് ഇതേ പോയിന്റിൽ നിന്ന് എത്തി. ബട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, if you look at this, we are still profitable. പക്ഷേ ഒരു സർട്ടൺ പോയിന്റ് കഴിഞ്ഞാൽ the spike will be not in our control. ഒരുപാട് വലിയ സ്പൈക്ക് ആയിരിക്കും. അപ്പോൾ ആ സ്പൈക്കിന് മുമ്പ് നമ്മൾ എക്സിറ്റ് ചെയ്ത് പോവാം. പക്ഷെ നമുക്കൊരു റിവേഴ്സൽ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം റിവേഴ്സൽ എക്സിറ്റ് ചെയ്താൽ മതി ഈ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ ഇൻ ദ മണി അറ്റ്ലീസ്റ്റ് അറ്റ് ദ മണിയൊക്കെ എടുക്കുന്ന അറ്റ് ദ മണി സ്ട്രൈക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്. നമ്മളൊന്ന് കുറച്ച് ഫാർ ഔട്ട് ഓഫ് ദ മണി കോളാണ് സെല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം ഡീക്കേ കൊണ്ട് കിട്ടിയ പ്രോഫിറ്റാണ് നമുക്കിത്. നിഫ്റ്റി ഓൾമോസ്റ്റ് റീച്ച് ടു ദ സെയിം ലെവൽ ബട്ട് സ്റ്റിൽ വി ആർ പ്രോഫിറ്റബിൾ. ഈ ഒരു 300 ഡിഫറൻസ് ടൈം ഡീക്കേ ആണ്. നിഫ്റ്റി മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ സ്പൈക്ക് ആവും. അല്ലെങ്കിൽ നമ്മുടെ എക്സിറ്റ് ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ട്രേഡ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറൗണ്ട് ഈ ഒരു 37 സ്ട്രൈക്ക് 69.50 ഇപ്പം ബുക്കേഴ്സുള്ളത്. ഈ 69.50 പി നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം ആൾട്ടർനേറ്റീവ് റിവേഴ്സൽ കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം. അതുവരെ നമ്മൾ പ്രോഫിറ്റബിൾ തന്നെയാണ്. We have
ടൈം ടു ടേക്ക് ഡെസിഷൻ ചെയ്യാൻ. നമ്മുടെ ഡെസിഷൻ എടുക്കാനൊരു സമയമുണ്ട്. നമ്മളത് ബാസ്ക്കറ്റിൽ ഓൾറെഡി ഓൾ ദ ട്രേഡ്സ് നമ്മളിവിടെ ബാസ്ക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ് ബാസ്ക്കറ്റ് വേണ്ടത് ഓപ്പൺ ആക്കി എക്സിക്യൂട്ട് ചെയ്യും. എനിവേസ് ഫോർ ദ ടൈം ബിങ് ഞാൻ വെയിറ്റ് ആൻഡ് വാച്ച് ആണ്. ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്യാമെന്ന് കൺഫേം ആവുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എത്തുന്ന സമയത്ത് മാത്രമേ ഞാനൊരു ഡെസിഷൻ ഇപ്പോൾ എടുക്കുള്ളൂ. ഇവിടുന്ന് മാർക്കറ്റ് കുറച്ചൊന്ന് താഴോട്ട് വരുവാണെങ്കിലും പെട്ടെന്ന് തന്നെ ഈ പ്രൈസ് അറൗണ്ട് 25-ലെത്തും. കഴ്സർ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു ബോൾ തന്നെ ഇവിടെ എത്താൻ പെട്ടെന്ന് തന്നെ പ്രൈസ് 25-ലെത്തും. ജസ്റ്റ് കുറച്ച് ഒരു വൺ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത്. സോ എനിവേസ് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൻ എത്തുന്ന സമയത്ത് ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഡെസിഷൻ എടുക്കുന്നത്. So we will also check futures chart. See ഈ ഒരു റേഞ്ചിൽ തന്നെ വീണ്ടും ഇന്നത്തെ റേഞ്ചാണ്, ടുഡേയ്സ് റേഞ്ചാണിത്. ടുഡേയ്സ് നമ്മളെ റേഞ്ചാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ റിവേഴ്സൽ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് അപ്സൈഡ് മൂവ് കൺഫേം ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഡിസിഷൻ എടുത്താൽ മതി. പിന്നെ ഇവിടെ ഈ VWAP ലൈൻ ഓൾസോ ഉണ്ട്. ഈ VWAP ലൈൻ മേ ബി എ റെസിസ്റ്റൻസ്. VWAP ലൈൻ ഫൈനലി മാർക്കറ്റ് പ്രൂവ്ഡ് അസ് റോങ്. നമ്മൾ തെറ്റാന്ന് മാർക്കറ്റ് കാണിച്ചു തന്നു. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. നമ്മളൊരു ലോസ് ഓഫ് 771 അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സ് ചെയ്തു ആഫ്റ്റർ ദിസ് പോയിന്റ്. നമ്മളൊരു എക്സ്റ്റെൻഡഡ് എക്സൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീമിയം VWAPൽ എക്സൽ വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സെലക്ട് ആയി. സോ വി അക്സെപ്റ്റഡ് ഇറ്റ്. നമ്മൾ മാർക്കറ്റ് എപ്പം നമ്മൾ തെറ്റാന്ന് കാണിക്കുന്ന അപ്പം അക്സെപ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. ബൈ ബൈ ട്രേഡേഴ്സ്.